7 ഗ്രേഡ് കഷണ്ടി വന്നു. 7 ഗ്രേഡ് എന്ന് അറിയാമല്ലോ, മൊത്തം മുടി പോയി. ഡോണർ വളരെ തിന്നാണ്, അത്ര വലിയ ഡോണറൊന്നുമില്ല. എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടി മാത്രമല്ല, നിങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് തോന്നിപ്പോവും. അതേ ഞാൻ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അതേ വ്യക്തി ഫ്രണ്ടിൽ നിന്ന് ബാക്കോളം മുടി നീട്ടി വളർത്തിയിട്ട് മുടി കെട്ടുന്ന അവസ്ഥയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ചരിത്രമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, വിത്ത് പ്രൂഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും മൺസൂൺ സീരീസിന്റെ റിസൾട്ട് നമ്പർ 18 സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൺസൂൺ സീരീസിൽ ഞാൻ മുമ്പ് കാണിച്ച പോലത്തെ റിസൾട്ട്സ് ആയിരിക്കില്ല, സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും, സംതിങ് ന്യൂ ആയിരിക്കും, സംതിങ് വെറൈറ്റി ആയിരിക്കും, അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകൾ നിങ്ങൾ കാണുമെന്ന് മുമ്പേ പറഞ്ഞതാണ്. ഓക്കെ, ഇതിൻ്റെ പേര് ആൽബിൻ എന്നാണ്, ആൽബിൻ. അതേപോലെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഷിപ്പിലാണ്, കുക്കാണ്. ഓക്കെ, കുക്കിംഗ് ആണ്. ഇതാണ് ബിഫോർ ഫോട്ടോ. ഓക്കെ, എൻ്റെ അതേ അവസ്ഥയായിരുന്നു. ഓക്കെ, ഞാൻ 2019 ആദ്യം സെറ്റിങ് ചെയ്യുന്നത്. ഞാൻ ആദ്യം സെറ്റിങ് ചെയ്യുമ്പോഴും എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരുന്നു. തലേന്ന് മുകൾ വശം നിങ്ങൾ കണ്ടാൽ പറയും ഒരു മുടിയുമില്ല, അങ്ങനെ നമ്മളെ ലൈറ്റ് അടിച്ച് റിഫ്ലക്റ്റ് ആവും. അതേപോലെ ഡോണർ വീക്കായിരുന്നു. ഇപ്പം ഞാൻ സർജറി ചെയ്തിട്ട് ഏകദേശം 6 വർഷവും ഏകദേശം 10 മാസം ആവാൻ പോവാണ്. 6 വർഷം 10 മാസം, 7ാമത്തെ വർഷം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ട് ഏകദേശം അത്രയായി. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട്. അപ്പം ഞാൻ ഇന്നത്തെ റിസൾട്ടിലോട്ട് വരാം. ആൽബിൻ എന്നെ കോൺടാക്റ്റും ഞാൻ പറഞ്ഞു ഡോണർ വീക്കായിരുന്നു, ഡോണർ കുറവായിരുന്നു, ആൻഡ് ഫ്രണ്ടിൽ നിന്ന് ബാക്കോള് കഷണ്ടി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കേസുകൾ നമുക്ക് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. കാരണം ഒറ്റയടിക്ക് തന്നെ ഫുള്ള് കവർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് ഡെൻസിറ്റി കിട്ടണമെന്നില്ല. സോ ഹി ഓപ്റ്റഡ് ഫസ്റ്റ് ഫ്രണ്ട് ഏരിയ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ട് ഏരിയ ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഫ്രണ്ട് ഏരിയ നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഡോണർ ഏരിയ കുറച്ച് താടി നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം തിരിച്ച് ജോലിയിലോട്ട് പോയി. ആൻഡ് ഏകദേശം ഒരു 2024 അദ്ദേഹത്തിന് ഫസ്റ്റ് സിറ്റിംഗ് ചെയ്യുന്നത്. 2025 സെക്കൻഡ് സിറ്റിംഗ് ചെയ്തു. സെക്കൻഡ് സിറ്റിംഗ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. ആൻഡ് ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു ഡോണർ ഏരിയയിൽ നിന്ന് 2 സിറ്റിംഗ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് എങ്ങനെ കിട്ടി? അതാണ് ഞാൻ പറഞ്ഞത്, സ്കിൽ എന്നുള്ളത്. 7 ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരി എക്സ്പീരിയൻസ്ഡ് ടീമിനെ പറ്റുള്ളൂ. 2 സെക്ഷൻ ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് നമ്മൾ ബാക്കി വെക്കണം. ആദ്യത്തെ സിറ്റിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഗ്രാഫ്റ്റുകൾ എടുക്കും, പിന്നീട് കുറച്ച് ഗ്രാഫ്റ്റുകൾ തല ബാക്ക് സൈഡ് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മെഡിസിൻസ് എല്ലാം കൊടുക്കുമ്പോൾ ഡോണർ ഏരിയയിൽ തന്നെ കുറച്ച് വീക്കുള്ള ഗ്രാഫ്റ്റുകളൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സെക്കൻഡ് സിറ്റിംഗ് ചെയ്തു. ഇപ്പോൾ ഞാൻ റിസൾട്ട് കാണിക്കാൻ പോവാണ്. അതായത് ഏകദേശം ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് 2 വർഷമായി, സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞ് 1 വർഷമായി. ഏകദേശം ഫുൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. സീ ദ ഫോട്ടോസ്. അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്കോളം നല്ല കട്ടിക്ക് മുടി. ഇപ്പം എന്താ ചെയ്യുന്ന പുള്ളി അറിയോ, ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തി ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടും തിരിച്ച് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷമാണ് അദ്ദേഹം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഷോർട്ട് വീഡിയോ കാണിക്കാൻ നോക്കിയേ, അത്രയും ഡെൻസിറ്റിയാണ്, മുടി അങ്ങോട്ട് ചെയ്യുന്നു ഇങ്ങോട്ട് ചെയ്യുന്നു, ഒരു വെറൈറ്റി ലുക്കിലോട്ട് പോയി. ഹി ഈസ് വെരി ഹാപ്പി. എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കും. ഒരുപാട് എന്താ പറയുക ആഗ്രഹമുണ്ട് അദ്ദേഹം നമ്മൾ കൂടെ വീഡിയോയിൽ നിൽക്കണമെന്ന്. എന്തായാലും നെക്സ്റ്റ് ടൈം അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് പുള്ളിയെ തന്നെ കൊണ്ടുവരാം. സോ ഇതായിരുന്നു അതിൻ്റെ റിസൾട്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത്, ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു കുക്കാണെന്ന്. നല്ല രീതിയിൽ ചൂടടിക്കുന്ന ജോലിയാണ്. ഓക്കെ, കുക്കിംഗ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാലോ, നല്ല ചൂട്. അത് എസ്പെഷ്യലി ഷിപ്പിലാവുമ്പോൾ ഒന്ന് ചൂടുണ്ടാവും. അതേപോലെ വാട്ടർ, നല്ല വെള്ളം ആയിരിക്കില്ല, ക്ലോറിൻ വാട്ടർ ആയിരിക്കാം. ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിൽ പോകുന്ന വലിയ ഷിപ്പാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സാഹചര്യത്തിൽ അതിൽ നിന്ന് പോകുന്നു, മഴയുണ്ടാവുക, തണുപ്പുണ്ടാവുക, എല്ലാം ഫേസ് ചെയ്യുന്ന ഒരാൾ. എന്നിട്ടാണ് ഈ റിസൾട്ട്. അതാണ് ചെയ്യുന്ന വ്യക്തികൾക്ക് പണി അറിയാമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുഭൂമി പോലത്തെ തലയാണെങ്കിലും റിസൾട്ട് വരും. ഡോണർ ഒരു ക്രൈറ്റീരിയയാണ്. ഡോണർ മാത്രമല്ല, ആ ഒരു ഹെയർലൈൻ കൊടുക്കുന്ന രീതിയിലാണ്. കാരണം ഒരുപാട് ഇറക്കി ഹെയർലൈൻ കൊടുക്കരുത് ഇങ്ങനത്തെ കേസുകളിൽ. കാരണം നെറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാഫ്റ്റ് വേണ്ടത്, പിന്നെ ക്രൗൺ ഏരിയയിൽ. സോ നെറ്റിയിൽ ചെറിയൊരു ഒരു ജിഗ്സാഗ് പോലെ ഒരു വെറൈറ്റി ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്ന ഹെയർലൈൻ. ഈ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. യൂട്യൂബ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസും വരുന്നുണ്ട്. മൺസൂൺ സീരീസിൽ തന്നെ തകർപ്പൻ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇച്ചിരി സമയത്തിന് കുറവുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് വരാത്തത്. എന്തായാലും കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.